السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയുസ്സും മതിയായ അവസരങ്ങളും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രസംഗത്തിൻ്റെ 15ാമത്തെ ദിനം ആരംഭിക്കുകയാണ്. ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ 12 എന്ന് പറഞ്ഞത് പെശകാണ്. ഇന്ന് 15ാമത്തെ ദിനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 ജൂൺ 26 രൂപീകരിച്ചതെന്നും അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, 4 വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, 2 ജോയിന്റ് സെക്രട്ടറിമാർ, ഇവരുടെ ചരിത്രങ്ങളിൽ നിന്ന് അല്പഭാഗം കേൾപ്പിക്കുകയും ചെയ്തു. നമുക്കിനി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബൈലോയിലേക്കൊന്ന് നോക്കാം. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതെന്ന് അറിയാൻ അത് അനിവാര്യമാണ്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കാൻ തുടങ്ങിയതെങ്കിലും നേരത്തെ തന്നെ ഒരു വ്യക്തമായ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മഹത്തായ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്താലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. അങ്ങനെയെങ്കിലും അതിൻ്റെ ലക്ഷ്യത്തിലധിഷ്ഠിതമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് 1934 നവംബർ 14 എന്നാൽ പിന്നീട് അത് അച്ചടിച്ച് എല്ലാവരുടെ കയ്യിലും ആ ഭരണഘടന ലഭ്യമായത് 1966 ഈ ഭരണഘടനയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അത് രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത മെമ്മോറണ്ടം നമുക്കൊന്ന് നോക്കാം. 1, പേര്. ഈ സഭയ്ക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പേരാകുന്നു. 2, ഉദ്ദേശ്യങ്ങൾ. എന്നിട്ട് അവിടെ അക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷ് അക്ഷരം. എ, പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിന് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? അത് അതിൻ്റെ പ്രചരണ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നിലേക്ക് ഇറങ്ങിയ 23 കൊല്ലക്കാലത്തിനുള്ളിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന നിലക്ക് നബി തങ്ങൾ സഹാബത്തിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓരോ അമലുകളും, ഇപ്പൊ 5 വഖത്ത് നിസ്കാരവുമായി നബിതങ്ങൾ മെഹറാജിന്റെ രാത്രി തിരിച്ചെത്തിയിട്ട് നബിതങ്ങൾ എന്താ ചെയ്തത്? സഹാബാക്കൾക്ക് വുളു കാണിച്ചു കൊടുക്കുന്നു, പിന്നീട് നിസ്കാരം കാണിച്ചു കൊടുക്കുന്നു. ഓരോന്ന് കാണിക്കുമ്പോഴും ഇതാ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ കാണാം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച മാതിരി നിങ്ങൾ നിസ്കരിക്കുക. അതുപോലെ വുളു ചെയ്ത് കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ വുളു. ഹജ്ജിൻ്റെ നുസ്കുകൾ, ആ കാര്യങ്ങളും പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എല്ലാം അവിടുന്ന് ചെയ്ത് ശീലിപ്പിക്കുകയാണ് ചെയ്തത് സഹാബത്തിനെ.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ 6666 ആയത്തുള്ള ഈ വിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് പൂർത്തിയാക്കി അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തെങ്കിലും അതൊരു സമ്പൂർണ്ണ കൃതിയായിട്ട് ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, ഇതിൻ്റെ വിശദീകരണം എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ഖുർആനാവുന്ന ഭരണഘടന അവരെ കയ്യിൽ ഏൽപ്പിക്കുകയല്ല ചെയ്തത്. മറിച്ച് അവിടുന്ന് പറഞ്ഞത് അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫായി റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, അതുപോലെ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും നിഹ്തദൈതും, എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരോട് ആരോട് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വഴി പിഴക്കുകയില്ല, കാരണം അവർ എന്നിൽ നിന്ന് മാർഗദർശനം സിദ്ധിച്ചവരാണ്. മതപരമായ വല്ല വിഷയത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിന് അഭിമുഖീകരിച്ചാൽ, അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, അവിടെ നിങ്ങൾ അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫായി റാഷിദീനൽ മഹ്ദിയീൻ, എന്നിൽ നിന്ന് മാർഗദർശനം സിദ്ധിച്ച 4 ഖുലഫാ റാഷിദീങ്ങളെ ശല്യയും എൻ്റെ ശല്യയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടും കേട്ടും പഠിച്ച സഹാബത്ത്, ആ സഹാബത്തിനെ പിൻപറ്റിയവർ, അവരെ പിൻപറ്റിയവർ, ഈ ഒരു റൂട്ട് സ്വീകരിക്കുന്നതിനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക, ഇതാണ് സമസ്തയുടെ ലക്ഷ്യം. ബി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക. അല്ലാതെ സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ കൂട്ടുപിടിച്ച് ഒരുമയോടുകൂടെ ഒറ്റത്തടിയായി പോവുക എന്നതിനല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ശിഷ്യരെ പറഞ്ഞയച്ച് പഠിപ്പിച്ച ദീൻ, ആ ദീന് ഏത് കാലത്തും അങ്ങനെ നിലനിർത്തുക, അതിന് വിള്ളലുണ്ടാക്കിയവരെ മാറ്റി നിർത്തുക. അപ്പോൾ അവർ മാറ്റി നിർത്തപ്പെട്ടവരാണെന്നറിയണമെങ്കിൽ മതപരമായ വിഷയങ്ങൾ അവരോട് ബന്ധം വിച്ഛേദിക്കണം. ഇതിന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. എന്നാലോ അത് അക്രമത്തിൻ്റെ വഴിയിലാകാൻ പാടില്ല. അതാണ് നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക. വളരെ ക്ലിയറാണ് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം. സി, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. അതെ, ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച അവകാശങ്ങളുണ്ട്. ഏത് കാലത്തും അന്നത്തെ ഒരു ഭരണഘടന ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവില്ലേ, അതിൽ മുസ്ലിങ്ങൾ അടക്കമുള്ള മനുഷ്യർക്കുള്ള അവകാശ സംരക്ഷണം ഉണ്ടാവില്ലേ. അത് നേടിയെടുക്കാൻ വേറൊരു സംഘടന സമുദായത്തിൻ്റെ പേരിൽ വേണ്ട. പ്രത്യേകിച്ച് സാമുദായികമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംഘടിക്കുന്നത് കൂടുതൽ ഉപകാരത്തിനേക്കാൾ കൂടുതൽ ഉപദ്രവമായേക്കാം. സമസ്തൻ്റെ നേതാക്കന്മാരുടെ സുചിന്തിതമായ തീരുമാനമാണത്. എന്നാൽ അത്തരം രാഷ്ട്രീയ നിലപാടുകളെ ഒന്നും സമസ്ത എതിർക്കുന്നുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമ്പൂർണ്ണ ഇസ്ലാമിൻ്റെ പതിപ്പാണ്. അതിൽ പെട്ടിട്ടുണ്ട് രാഷ്ട്രീയവും രാഷ്ട്രീയേതര കാര്യങ്ങളും. അതുകൊണ്ട് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ഇത് സമസ്തയുടെ ലക്ഷ്യമാണ്. ഒന്നുകൂടി നോക്കൂ. സി, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. നമുക്ക് ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടണം, അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് കിട്ടണം, തഹസിൽദാറുമായി കിട്ടണം, അതുപോലെ തന്നെ നിയമസഭ വഴിയും പാർലമെൻറ്റ് വഴിയും അങ്ങനെ ഭരണഘടന അവകാശപ്പെടുത്തി തന്ന അനുവദിച്ചു തന്ന കാര്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും സമസ്ത നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടക്കാലത്ത് ചില ആളുകൾ മുസ്ലിംമാർ എന്നാണ് ആ കാര്യത്തിൽ ഇടപെടുന്നത്, അവർ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ പോരെ, ഇങ്ങനെ മുസ്ലിംമാർക്കും മുസ്ലിം സംഘടനകൾക്കും അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി ചിലർ വരുന്നതാണ് നമ്മുടെ സമുദായത്തിൽ സമാധാന ഭംഗം വരുത്തുന്നത്. ഏതായാലും നമ്മൾ വളരെ കറക്റ്റായ 3 വകുപ്പ് നമ്മൾ കേട്ടു. ഇനി ഡി, 4-മത്തത്
മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. അപ്പം LKG മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാ തലങ്ങളിലുള്ള ലൗകികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ തന്നെ കുറിച്ചു വെച്ച കാര്യമാണ്. അതിലൊന്നും ആർക്കും ഇപ്പം ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതൊക്കെ രൂപീകരണ സമയം തന്നെയാണ്. അല്ലാതെ അടിസ്ഥാനപരമായ ദീനിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നിലനിർത്തിക്കൊണ്ടും അതിനെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ടും അങ്ങനെ വൺ സൈഡ് പ്രവർത്തനത്തിനല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. മുസ്ലിം സമുദായത്തെ പ്രതിപാദിക്കുന്ന നാനോന്മുഖമായ സകല വിഷയങ്ങളിലും ഇടപെടണം. അത് വിദ്യാഭ്യാസമാണെങ്കിൽ അങ്ങനെ, ആധ്യാത്മികമാണെങ്കിൽ അങ്ങനെ, എല്ലാത്തിലും ഒരു അച്ചടക്കമുള്ള സമുദായമായി ഈ സമുദായം നിൽക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക. 5 അഥവാ ABCD മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനമായും ശരഇന്നും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക എന്നുള്ളതാകുന്നു ഈ സഭയുടെ ഉദ്ദേശ്യം. ഒരു കാലത്തെ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയില്ല. പക്ഷെ നിയമമനുസരിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ സമാധാനപരമായ മാർഗത്തിലൂടെ നേടിയെടുക്കുക. അതുപോലെ മുസ്ലിങ്ങളെ മതപരമായി അച്ചടക്കമുള്ള സമുദായമായി നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഭൗതികമായി ജീവിക്കാൻ ഭൗതികമായ എല്ലാ മേഖലകളിലും അനുവദനീയമായ മാർഗങ്ങളിലൂടെ അതിനുള്ള ശ്രമം നടത്തുക. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന നേതാക്കന്മാരെ പറ്റിയൊക്കെ എന്ത് മനസ്സിലായി? ചുരുങ്ങിയത് 7 ഭാഷകളെങ്കിലും സ്ഥിരമായി എഴുതാനും വായിക്കാനും അറിയുന്നവരായിരുന്നു നമ്മളെ പണ്ഡിതന്മാരെന്നാണ്. ആ പണ്ഡിതന്മാരെ പറ്റിയാണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ഞങ്ങൾ വന്ന ശേഷമാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ പാവാട ഉടുപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുപോലെ അതിന് മുമ്പൊന്നും അവർക്ക് അത് അറിയില്ലായിരുന്നു. അതുപോലെ എഴുത്തും വായനും പാടില്ല എന്ന് പറഞ്ഞവരായിരുന്നു. എഴുത്തും വായനും പാടില്ല എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് സഹോദരന്മാരെ ഈ ഭരണഘടന അത് എഴുതണ്ടേ? ഏതെങ്കിലും ഒരു ഭരണഘടന പിന്നെ വായിക്കാൻ പറ്റുള്ളൂ. ആ വിഭാഗം ഇങ്ങനെ എഴുത്തും വായനും പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ആവശ്യമായ ദുഷ്പ്രചരണം നടത്തുക. അതുപോലെ നവോത്ഥാനം അത് 1920 പിന്നെ ഏതാനും മുറിച്ചുറ്റികൾ അവർ നിഷ്പക്ഷ സംഘം ഉണ്ടാക്കിയ ശേഷമാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. മാലിക് ബിൻ ദീനാറിനെ പോലുള്ള മഹാന്മാർ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ഇവിടെ വന്ന് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 58 വയസ്സ് പ്രായമായ കാലത്ത് തന്നെ കേരളത്തിൽ പള്ളി നിലവിൽ വരാൻ പ്രവർത്തിച്ചു. അത് 1920 വരെ അപങ്കരം തുടർത്തിപ്പോകുന്നത് ഒന്നെന്തല്ല, നവോത്ഥാനമല്ല. നവോത്ഥാനം ഇവിടുന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ ഭയപ്പെട്ടിട്ട് പരപ്പനങ്ങാടിയിലേക്ക് ഒളിച്ചോടുകയും അവിടെ നിന്ന് പതുക്കെ ഇരുട്ടിൻ്റെ മറവിൽ തോണിക്കാരനെ ഏർപ്പാടാക്കി തോണിയിലും പിന്നീട് ബോട്ടിലുമായിട്ട് ഏറിയാൾ വന്ന് ഇറങ്ങി അവിടെ ഒളിജീവിതം നടത്തി പിന്നെ അവിടെ നിഷ്പക്ഷക്കാരായി രൂപപ്പെട്ടതിന് ശേഷമാണ് അതാണ് നവോത്ഥാനം എന്ന് പറയാം. അത് സൈറ്റിൽ ഫിറ്റ് ചെയ്യുക, അത് നോക്കിയിട്ട് സാധുക്കൾ തെറ്റിദ്ധരിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ നടത്തിപ്പോകുന്നത്. അതേ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് നേതാക്കന്മാർ ആ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. അതേ സമയത്ത് സമാധാനത്തോടു കൂടി ആയിരിക്കും എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും, അതും വ്യക്തമായി പറയുന്നു. അതുപോലെ മതവിധിക്ക് എതിരല്ലാത്ത വിധത്തിൽ ലൗകികമായ മേഖലകൾ ഏതറ്റം വരെ പോകണമെങ്കിൽ അത് പോകാനും, അതുപോലെ എല്ലാ സംഗതിയും അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ആയിരിക്കും സകല കാര്യങ്ങളും പ്രവർത്തിക്കുക എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം പറയാം, ബാക്കി വിശദീകരണത്തിൽ പോകുന്നതിന് മുമ്പ്. 1926 രൂപീകരിക്കുമ്പോഴുള്ള 5 പ്രസിഡന്റും 4 വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും 2 ജോയിന്റ് സെക്രട്ടറിമാരെ പേരെ നമ്മൾ വായിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മൾ
ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ മെമ്പർമാരെ പേരും നമ്മളെ കയ്യിരിപ്പില്ല. അതേ സമയത്ത് 34 മുതലാണല്ലോ ഇത് റെക്കാർഡിക്കലായിട്ട് ഒരു വ്യവസ്ഥാപിതമായ സൊസൈറ്റി ആക്ട് പ്രകാരമൊക്കെ രൂപീകരിച്ച് റെക്കോർഡുകൾ സൂക്ഷിച്ച് മിനിറ്റ്സുകൾ എഴുതിയൊക്കെ പോരുന്നത്. അതുകൊണ്ട് തന്നെ 1934 നവംബർ 14 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയുടെ അടിയിൽ മുഷാവറ മെമ്പർമാരായി ഒപ്പിട്ട ആ പണ്ഡിതന്മാരെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ചരിത്രം ഇപ്പം പറയണില്ല, ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, 5-6 പണ്ഡിതന്മാർ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് ഈ പരമ്പരയിലല്ലെങ്കിലും നമുക്ക് മറ്റെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എന്താക്കുക, ഈ നേതാക്കന്മാരൊക്കെ ചരിത്രം പറയേണ്ടതിന്. ഇപ്പം ചരിത്രം പറയല്ല, 1934 നവംബർ 14 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഭരണഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്ന് അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ മെമ്പർമാരായി ഒപ്പിട്ടവർ ആരാണ്, പേര് ഒന്ന് നോക്കുക. ആ പേര് വായിച്ച് നമുക്ക് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അവർ ഉയർത്തിപ്പിടിച്ച ദീനുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്കിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ആരൊക്കെയാണ് ഒപ്പിട്ടത്? 1 ആങ്ങോട്ട് പുത്തൻ പീടിയക്കൽ അഹമ്മദ് കുട്ടി മൗലവി, അതാണ് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മൗലവി എന്ന് പറയുന്നത്. പ്രസിഡന്റ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ഭരണഘടനയിൽ അതിന് അറബി നാമമാണ് കൊടുത്തിരിക്കുന്നത് റഈസുൽ മജ്ലിസ് അഥവാ പ്രസിഡന്റ്. അന്ന് അവർ ജോലി ചെയ്യുന്നത് ഇസ്ലാഹുൽ ഉലൂം മദ്രസ മാനേജറുമാണ്, പ്രിൻസിപ്പാളുമാണ്. PO താനൂർ എന്ന പേരിലാണ് മഹാൻ അവർ ഒപ്പിട്ടിട്ടുള്ളത്. ദർശനം നടത്തുന്ന അവിടെ ആയതുകൊണ്ടാണ്. അപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായ ശേഷമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച് 5 കൊല്ലം പൂർത്തിയാക്കിയിട്ട്, അഥവാ 6ാമത്തെ കൊല്ലത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായിട്ടുണ്ടെന്ന് നമ്മളെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഭരണഘടന രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ അതിൽ ആദ്യമായി ഒപ്പിട്ടിരിക്കുന്നത് ആങ്ങോട്ട് പുത്തൻ പീടിയക്കൽ അഹമ്മദ് കുട്ടി മൗലവി പാങ് റഈസുൽ മജ്ലിസ് അഥവാ പ്രസിഡന്റ്, ഇസ്ലാഹുൽ ഉലൂം മദ്രസ മാനേജർ ആൻഡ് പ്രിൻസിപ്പാൾ PO താനൂർ. 2 കൊളംബിൽ അബ്ദുൽ ബാരി മൗലവി വാളക്കുളം നായിബ് റഈസുൽ മജ്ലിസ് അഥവാ വൈസ് പ്രസിഡന്റ്, ജമാഅത്ത് പള്ളിക്കൽ മുദരിസ് PO എടരിക്കോട്. അപ്പം എടരിക്കോട് തന്നെയാണ് അവരെ പോസ്റ്റ്. അപ്പോൾ കൊളംബിൽ അബ്ദുൽ ബാരി മൗലവി എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണ്. 3 കുന്നുമ്മൽ തൊടിയിൽ അബ്ദുൽ ഖാദർ മൗലവി മങ്കട പള്ളിപ്പുറം, നായിബ് റഈസുൽ മജ്ലിസ് അഥവാ വൈസ് പ്രസിഡന്റ്, ദാറുൽ ഉലൂം മദ്രസ മുദരിസ് വായക്കാട് PO കൊണ്ടോട്ടി. അപ്പോൾ ഇതാണ് ആര്? നമ്മളെ KM അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ഫദ്ഫരി. അതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 മൗലവി ഫാദിൽ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന തിരുവാരി എന്ന അത് മഹാനവറുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുടെ നാട് കാവനൂരാണ്. 931 മഹാനവറുടെ ഹജ്ജ് കഴിഞ്ഞ് ചെന്ന ശേഷം മഹാനവറുകൾ കാട്ടുമുണ്ടയിൽ ദർശിച്ചു. പിന്നെ അവിടുന്ന് കല്യാണം കഴിച്ചു. ഒരു സയ്യിദത്തിനെയാണ് കല്യാണം കഴിച്ചത്. അവർ നിലമ്പൂർ കാദിയായിരുന്നു, തിരുവാലി കാദിയായിരുന്നു. അതുകൊണ്ട് തിരുവാലി എന്നതിലാണ് ഇവരിവിടെ ഒപ്പിട്ടിരിക്കുന്നത്. മൗലവി ഫാദിൽ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ തിരുവാലി, നായിബ് റഈസുൽ മജ്ലിസ് വൈസ് പ്രസിഡന്റ്. 5 അമ്പലപ്പുറത്ത് ഇമ്പിച്ചമ്മദ് മൗലവി ഫറൂഖ്, നായിബ് റഈസുൽ മജ്ലിസ് വൈസ് പ്രസിഡന്റ്, ജമാഅത്ത് പള്ളിക്കൽ മുദരിസ് കുറ്റിച്ചിറ കോഴിക്കോട്. 6 പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി, ഹിമായത്തുൽ ഇസ്ലാം മദ്രസ മുദരിസ്, നാസിറുൽ മജ്ലിസ് സെക്രട്ടറി. നാസിറുൽ മജ്ലിസ് ജനറൽ സെക്രട്ടറിക്കാണ് കൊടുത്തിരിക്കുന്നത്. നാസിറുൽ മജ്ലിസ് ജനറൽ സെക്രട്ടറി അതാണ് PV മുഹമ്മദ് മുസ്ലിയാർ, പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അവരൊക്കെ സൂക്ഷ്മതയോടുള്ള സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയാണിത്. പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി, അതാണ് PV മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ സമസ്തയുടെ 26 മുതൽ 50 വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ആളാണ് 6ാമത് ഒപ്പിട്ടിരിക്കുന്നത്. അത് ഒപ്പിട്ടപ്പോൾ അദ്ദേഹം എഴുതിയ പേര് പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി, ഹിമായത്തുൽ ഇസ്ലാം മദ്രസ മുദരിസ്, നാസിറുൽ മജ്ലിസ് സെക്രട്ടറി കോഴിക്കോട്. 7 എരഞ്ഞിക്കൽ അഹമ്മദ് മൗലവി ഫറൂഖ്, അതാണ് നമ്മൾ ജർമ്മൻ അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞത്. എരഞ്ഞിക്കൽ അഹമ്മദ് മൗലവി ഫറൂഖ്, നായിബ് നാസിറുൽ മജ്ലിസ് അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി. നാസിറുൽ മജ്ലിസ് എന്ന സെക്രട്ടറി, നായിബ് നാസിറുൽ മജ്ലിസ് എന്ന് പറഞ്ഞ ജോയിന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി.
മൂതാക്കര മുദല്ലിസ് കോഴിക്കോട്. 8 വലിയ കൂനങ്ങൽ മുഹമ്മദ് മൗലവി. വലിയ കൂനങ്ങൽ മുഹമ്മദ് മൗലവി എന്നവർ സമസ്ത ചരിത്രത്തിൽ വായക്കാടൻ മുഹമ്മദ് മൗലവി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വലിയ കൂനങ്ങൽ മുഹമ്മദ് മൗലവി നായിബ് നാസിറുൽ മജ്ലിസ് അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ അൽബയാൻ ബുദാക്കര കോഴിക്കോട്. നോക്കൂ, അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് അൽബയാന്റെ മാനേജറായി വർക്ക് ചെയ്തിട്ടുണ്ട്. 9 പുതിയകത്ത് മുഹമ്മദ് കോയാജി ഖാസിനുൽ മജ്ലിസ് അഥവാ ഖജാഞ്ചിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഖാസിനുൽ മജ്ലിസ് മഹാനവറുകൾ പള്ളിക്കൽ മുദല്ലിസ് കോഴിക്കോട്. 10 പൂതാരമ്പത്ത് ഷിയാബുദ്ദീൻ അബൂ സാദത്ത് അഹമ്മദ് കോയ ഷാരിയാത്തി. അതാണ് അഹമ്മദ് കോയ ഷാരിയാത്തി മുദല്ലിസ് ചാലിയം നിർവാഹ സംഘം മെമ്പർ PO ചാലിയം ഉഷാറ മെമ്പറാണ്. 11 പുത്തലത്ത് പീഡിയക്കൽ മുഹമ്മദ് മൗലവി നിർവാഹ സമിതി മെമ്പർ ഖാദി ബേപ്പൂര്. 12 സയ്യിദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി പൂക്കോയ തങ്ങൾ നിർവാഹ സമിതി മെമ്പർ ഖാദി മമ്പാട്. 13 കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മൗലവി കൈപ്പറ്റ സമസ്ത മുഷാവറ മെമ്പർ മുദല്ലിസ് വണ്ടൂര്. 14 കൊളപ്പലത്ത് കുഞ്ഞാമത് മൗലവി ഇരുമ്പാലശ്ശേരി നിർവാഹക സംഘം മെമ്പർ മുദല്ലിസ് ഇസ്ലാഹുൽ ഉലൂം മദ്രസ PO താനൂര്. 15 പാനായിക്കുളത്തെ കരുവേലിപ്പറമ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നിർവാഹക സംഘം മെമ്പർ കാഞ്ഞിരമുക്കിൽ തൈപ്പറമ്പിൽ കളത്തിൽ മുദല്ലിസ് PO മാറഞ്ചേരി. 16 ചെറിയ മണ്ടങ്കണ്ടിൽ കുഞ്ഞിപ്പോക്കർ മൗലവി നിർവാഹ സംഘം മെമ്പർ സ്വസ്ഥം PO കൽപ്പകഞ്ചേരി വഴി തിരൂര്. 17 പൊക്കാമിൽ ഉണ്ണിയാലിക്കുട്ടി മൗലവി നിർവാഹ സംഘം മെമ്പർ പൊന്മുണ്ടം മുദല്ലിസ് PO കുറ്റിപ്പാല. 18 കൊടമ്പിയകത്ത് മുഹമ്മദ് മൗലവി മുദല്ലിസ് പൊന്നാനി നിർവാഹ സമിതി അംഗം നിർവാഹക സംഘം മെമ്പർ PO പൊന്നാനി. 19 നാലകത്ത് മരക്കാലുട്ടി മൗലവി നിർവാഹക സംഘം മെമ്പർ മുദല്ലിസ് മഞ്ചേരി PO മഞ്ചേരി. ഇത് അരീക്കോട് താഴത്തങ്ങാടിക്കാരനാണ്. അരീക്കോട് താഴത്തങ്ങാടി. അരീക്കോട് വഹാബി വരുന്നതിൻ്റെ 16 ദിവസം മുമ്പ് മഞ്ചേരിയിലേക്ക് താമസം മാറ്റിയ ആളാണ് നാലകത്ത് മരക്കാലുട്ടി മുസ്ലിയാർ. അദ്ദേഹം മഞ്ചേരി സെൻട്രൽ പള്ളിയിലെ മുദല്ലിസായി 40 കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദർസിൽ അന്ന് 400ഓളം മുത്താലിമ്യങ്ങൾ പഠിച്ചെന്ന ചരിത്രത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് തഹ്ജീലുൽ ഫുത്തൂഹ്. ഇതിൽ പേര് ഒപ്പിട്ടിരിക്കുന്ന നാലകത്ത് മരക്കാലുട്ടി മൗലവി നിർവാഹ സമിതി മെമ്പർ മുദല്ലിസ് മഞ്ചേരി എന്നാണ്. 20 കരിമ്പനക്കൽ സദക്കത്തുള്ള മൗലവി. അതാണ് താജുൽ ഉലമ KK സദക്കത്തുള്ള ഉസ്താദാണത്. കരിമ്പനക്കൽ സദക്കത്തുള്ള മൗലവി നിർവാഹ സമിതി മെമ്പർ മുദല്ലിസ് മമ്പാട് PO മമ്പാട്. വണ്ടൂരാണ് മഹാവർ ദർശനം നടത്തുന്നത്. ദർശനം നടത്തിയിരുന്നതും അവിടെ തന്നെയാണ് വഫാത്തായതും. അവിടെ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെയാണ് മറമാടപ്പെട്ടതും. അല്ലാഹു ഇതുവരെയും വായിച്ച എല്ലാവരുടെയും ദർജകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനി 21 മടത്തൊടിയിൽ കാപ്പാട്ട് മുഹമ്മദ് മൗലവി നിർവാഹക സംഘം മെമ്പർ മുദല്ലിസ് ചെമ്മൻകടവ് ജുമാഅത്ത് പള്ളി PO മലപ്പുറം. 22 മുടയൻപുരാക്കൽ അലി ഹസൻ മൗലവി നിർവാഹക സംഘം മെമ്പർ കോട്ട ജുമാഅത്ത് പള്ളി മുദല്ലിസ് PO തിരൂർ കോട്ടിലെ മുദല്ലിസ്. 23 പാലക്കാവളപ്പിൽ പടിഞ്ഞാറെ ഒറ്റയിൽ ബാബു മൗലവി നിർവാഹക സംഘം മെമ്പർ വടകര ജുമാഅത്ത് പള്ളി മുദല്ലിസ് PO വടകര. 24 തലശ്ശേരി പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ നിർവാഹക സംഘം മെമ്പർ പാലക്കടവത്ത് ഖാദി PO തൂണേരി വടകര വഴി. 25 പാലോട്ട് മൂസക്കുട്ടി ഹാജി നിർവാഹക സംഘം മെമ്പർ കച്ചവടം കാമ്പസാർ PO കണ്ണൂർ. കാദിയാനിസത്തിനെതിരെ കേരളത്തിൽ വലിയ പടയോട്ടം നടത്തിയ വലിയ പണ്ഡിതനാണ് കേട്ടോ. പക്ഷെ അവരൊക്കെ കച്ചവടം കൂടി ചെയ്തിരുന്നു. മാത്രമല്ല അവർ പേരുണ്ട്, നിങ്ങൾ പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒപ്പിട്ടത്. അവരുടെ ചരിത്രം നമുക്ക് പിന്നീട് പറയണം. വലിയ ആര്യമായിരുന്നു. സ്വന്തമായി പ്രസിദ്ധീകരണം നടത്തിയ ആളാണ്. വാദപ്രതിവാദം നടത്തിയിട്ട് കാദിയാനികളെ ഒന്നുമല്ലാതാക്കിയ മഹാനാണ്. 26 കണ്ണിയത്ത് അഹമ്മദ് മൗലവി നിർവാഹക സംഘം മെമ്പർ ദാറുൽ മദ്രസ മുദല്ലിസ് വായക്കാട് PO കുണ്ടോട്ടി. അതാണ് ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ 26ാമത്തെ മെമ്പറായിട്ട് ഒപ്പിട്ടത്. സ്വന്തം കൈപ്പടി കൊണ്ട് എഴുതിയത് കണ്ണിയത്ത് അഹമ്മദ് മൗലവി എന്നാണ്. 27 ഉദുനൂർ മായിങ്ങാന്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ മൗലവി നിർവാഹക സംഘം മെമ്പർ പള്ളിക്കൽ മുദല്ലിസ് PO ഫറൂഖ്.
28 ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മൗലവി നിർവാഹക സംഘം മെമ്പർ ചമ്മങ്കട് മുദരിസ് പി മലപ്പുറം. ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മൗലവി നമ്മളെ നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരുടെ ഉസ്താദാണ്. രണ്ടാളെ കബറും മഞ്ചേരി സെൻട്രൽ പള്ളിയുടെ നേരെ മുന്നിലാണ്. റോട്ടിൽ നിന്നാണ്ട് കാലെടുത്ത് വെച്ചാൽ തന്നെ ഈ രണ്ട് മഹാന്മാരെ കബർ നമുക്ക് കാണാൻ കഴിയും. 29 കൂരിമണ്ണിൽ പാറപ്പുറത്ത് ഉണ്ണീദ് മൗലവി നിർവാഹക സംഘം മെമ്പർ ചമ്മങ്കട് മുദരിസ് പി മലപ്പുറം. 30 കൂരിമണ്ണിൽ മമ്മുണ്ണി മൗലവി നിർവാഹക സംഘം മെമ്പർ മുദരിസ് മേൽമൂര് ജുമാഅത്ത് പള്ളി പി ഒ പൂക്കോട്ടൂര്. 31 ചക്കരകത്ത് മുഹമ്മദ് കോയ മൗലവി നിർവാഹക സംഘം മെമ്പർ ആലുവ ബജാർ കോഴിക്കോട്. അലുവ ബജാർ എന്നാട്ടോ, ഹലുവ അല്ലേ, നമ്മൾ കോഴിക്കോട് ഹലുവ, അത് അന്നേ അറിയപ്പെട്ടാണ് ഹലുവ ബസാർ. അതിൽ എഴുതിയിരിക്കുന്നത് ചക്കരകത്ത് മുഹമ്മദ് കോയ മൗലവി നിർവാഹക സംഘം മെമ്പർ ഹലുവ ബജാർ കോഴിക്കോട്. 12 അടക്കാനി വീട്ടിൽ മുഹമ്മദ് മുല്ല. അന്നൊക്കെ അങ്ങനെയാണ്, വലിയ ആലിമീങ്ങൾ വരെ മൊല്ലാന്ന് എഴുതും. അതിന് യാതൊരു ചെതക്കുറവ് അവർക്ക് യാതൊരു പോരായ്മയോ ഒന്നും തോന്നിയിരുന്നില്ല. അപ്പോൾ വലിയ ആലിമീങ്ങളാണ് അതൊക്കെ. അപ്പോൾ അടക്കാനി വീട്ടിൽ മുഹമ്മദ് മുല്ല നിർവാഹക സംഘം മെമ്പർ ഷെയ്ഖിൻ്റെ പള്ളിക്കൽ മൊല്ല ഫ്രാൻസിസ് റോഡ് കോഴിക്കോട്. 33 കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ നിർവാഹക സംഘം മെമ്പർ ഫ്രാൻസിസ് റോഡ് കോഴിക്കോട്. കോഴിക്കോടൊക്കെ നല്ല ആലിമീങ്ങളുണ്ട് കേട്ടോ. കോഴിക്കോടിൻ്റെ വർക്കൽ മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കോയ ഷാരിയാത്തിയും അതുപോലെ ജർമ്മൻ അഹമ്മദ് മൗലവി എല്ലൊക്കെ അവിടെ തന്നെയല്ലേ. അപ്പോൾ മുസാബറയിലും കൂടുതൽ ആളുകൾ കോഴിക്കോട് ജില്ലക്കാരുണ്ട്. 34 ഇടിയങ്ങര പള്ളി വീട്ടിൽ കുഞ്ഞിക്കോയ മല്ല നിർവാഹക സംഘം മെമ്പർ ഹിമായത്തുൽ ഇസ്ലാം മദ്രസ മുദരിസ് ഇടിയങ്ങര കോഴിക്കോട്. 35 ഉമ്മാട്ട് മൂരിങ്ങക്കൽ അബ്ദുൽ അലി എന്ന കോമ മൗലവി നിർവാഹക സംഘം മെമ്പർ പനയത്തിൽ പള്ളി മുദരിസ് പരപ്പനങ്ങാടി. പനയത്തിൽ പള്ളി പണ്ടേ ദർസ് ഔക്കായ മുസ്ലിയാരെ പോലുള്ള വലിയ മശായിഖന്മാർ ദർസ് നടത്തിയ പള്ളിയല്ലേ. അപ്പോൾ ഈ ഉമ്മാട്ട് മൂരിങ്ങക്കൽ അബ്ദുൽ അലി ഉസ്താദ് എന്ന കോമ മൗലവി ഒക്കെ വലിയ ആലിമാണ്. അവരൊക്കെ പച്ചപ്പാവങ്ങളായി അങ്ങനെയാണ് അവരൊക്കെ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ളത്. 36 തങ്കയത്തിൽ കുഞ്ഞാപ്പ മൗലവി നിർവാഹക സംഘം മെമ്പർ ചെറുതുരുത്തി പള്ളി മുദരിസ് പി ഒ ചെറുതുരുത്തി. 37 കരിപ്പനക്കൽ അഹമ്മദ് മൗലവി നിർവാഹക സംഘം മെമ്പർ മുദരിസ് മഅദുൽ മദ്രസ പി ഒ മണ്ണാർക്കാട്. 38 കൊല്ലൊടി ചേവായൂർ കളത്തിൽ അബ്ദുൽ ഖാദർ മൗലവി നിർവാഹക സംഘം മെമ്പർ പുളിക്കൽ പി ഒ കൊണ്ടോട്ടി. 39 തൊണ്ടിക്കൊടിൽ കുഞ്ഞായൻ മൗലവി നിർവാഹക സംഘം മെമ്പർ പുളിക്കൽ പി ഒ കൊണ്ടോട്ടി. 40 ഇടിയങ്ങര പള്ളി വീട്ടിൽ അബൂബക്കർ മല്ല ഹിമായത്തുൽ ഇസ്ലാം മദ്രസ മുദരിസ് നിർവാഹക സംഘം മെമ്പർ കോഴിക്കോട്. ഇങ്ങനെ 40 ആളുകളാണ് ഒപ്പിട്ട് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭരണഘടനയിൽ. ആ കാലത്ത് 40 ആലിമി ഒപ്പിട്ടു. ആ മുഷാവറിൻ്റെ പേരാണ് ഈ 40 ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരുടെ ദർജകളും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ സുംറയിലായി അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ, ഒരുമിച്ച് കൂട്ടട്ടെ. അവർ ഉയർത്തിപ്പിടിച്ച ആശയവുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷ പ്രചരണത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു തആല ഈ സമ്മേളനം നന്നായി നടത്താനും അതിലൊക്കെ സംബന്ധിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് കുറേ ആളുകൾ വാട്സപ്പിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരും ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ. എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ നമ്മളെ അരീക്കോടിൻ്റെ അടുത്ത് വേളയിൽ അവിടെ കുഞ്ഞുണ്ണിക്ക എന്ന് പറഞ്ഞ ഒരു കാരണവരുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. നാളെ രാവിലെ 8:30 മണിക്കാണ് മയ്യത്ത് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കുനിത്തൽ കടവ് എന്നാണ് പറയുക. വേളയിൽ പറപ്പൂർക്ക് പോണ ജംഗ്ഷനിൽ കുനിത്തൽ കടവ് എന്ന് പറയും. അരീക്കോടിൽ നിന്ന് പൂങ്കുടി ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞാലാണ് ഈ വെളയിലേക്കുള്ള റോഡ്, പറപ്പൂർക്കുള്ള റോഡ്. അവിടെ ആ ഒരു ജംഗ്ഷൻ്റെ പേരാണ് കുനിത്തലക്കടവ്. അവിടുത്തെ കാരണവരും നമ്മുടെ പള്ളി മദ്രസയുടെ ഒക്കെ വലിയ ഉമറാക്കളിൽ ഒരാളുമായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും കുടുംബസമേതം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ വന്നിപ്പിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.